എടപ്പാൾ കണ്ടനകം KSRTC സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന്റെ ബസ് യാർഡ് കുണ്ടും കുഴിയുമായി. 2013-14 കാലയളവിലാണ് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ചത്. 2013-14 കാലയളവിൽ MLA KT ജലീൽ അനുവദിച്ച 20 ലക്ഷം രൂപയുടെ ഫണ്ട് ചിലവിട്ടാണ് കണ്ടനകത്തുള്ള KSRTC ഡിപ്പോയോട് ചേർന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ചത്. പിന്നീട് ഇത് സർവീസ് സെന്ററാക്കി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ തസ്തിക കൂടി വെട്ടിച്ചുരുക്കുകയായിരുന്നു. നിലവിൽ ബസ്സുകൾ കയറിപ്പോകാനുള്ള ഒരു കേന്ദ്രമായി മാറി ഇത്. ഇപ്പോൾ ഈ കേന്ദ്രത്തിന്റെ യാർഡ് തകർന്ന നിലയിലാണുള്ളത്. മഴ പെയ്തതോടുകൂടി ടാറിംഗ് ഇളകി ഗർത്തങ്ങൾ രൂപപ്പെട്ടു തുടങ്ങിയിട്ടുമുണ്ട്. ഉദ്ഘാടന കാലയളവിൽ ടാറിംഗ് നടത്തിയതല്ലാതെ കഴിഞ്ഞ 10 വർഷത്തെ കാലയളവിനുള്ളിൽ ഈ കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി ഒരു ഫണ്ടും ചിലവിട്ടിട്ടില്ല. ദീർഘദൂര സർവീസുകൾക്ക് ഒരു ആശ്രയ കേന്ദ്രമായ ഈ കേന്ദ്രത്തിന്റെ യാർഡുകൾ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. NCV ന്യൂസ് എടപ്പാൾ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.